വിശദാംശങ്ങളിലേക്ക് പോകാം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. കൊച്ചി ഇ ഡി ഓഫീസിലേക്ക് ആം ആദ്മി പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. കണ്ണൂരിൽ LDF പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് UDFും DYFIയും മാർച്ച് നടത്തി. എറണാകുളം കച്ചേരിപ്പടി ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ED ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കണ്ണൂരിൽ LDF പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. രാജ്യം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നതിന്റെ തെളിവാണ് കേജ്രിവാളിന്റെ അറസ്റ്റെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാജ്യം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണ് ഇന്നലെ EDയെ ഉപയോഗപ്പെടുത്തി, ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തി നരേന്ദ്രമോദി തന്നെ നേരിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനം നടത്തി വരുന്നത്. UDFും DYFIയും രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മോദി സർക്കാർ എത്ര വെപ്രാളത്തിലാണെന്ന് തെളിയിക്കുന്നതാണ് കേജ്രിവാളിന്റെ അറസ്റ്റെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 400 സീറ്റ് ഉറപ്പായി കിട്ടുമെന്ന് പ്രഖ്യാപിച്ച മോഡി ഭരണകൂടം എത്ര വെപ്രാളത്തിലാണ് എന്ന് വ്യക്തമാകുന്നതാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്. കഴിഞ്ഞ കുറേ ദിവസമായി ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം വലിയ വെപ്രാളമാണ് സംഘപരിവാർ ക്യാമ്പുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കേജ്രിവാളിന്റെ അറസ്റ്റ് ഇന്ത്യൻ ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിന്റെ അറസ്റ്റ് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു കറുത്ത അധ്യായമാണ്. ജനാധിപത്യ സംവിധാനങ്ങളെ പരിപൂർണമായി തകർക്കാനുള്ള നീക്കമാണ് BJP ഗവൺമെന്റ് നടത്തുന്നത്. കോൺഗ്രസിന്റെ നയം ഇരട്ടത്താപ്പെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പ്രതികരണം. കോൺഗ്രസ് പാർട്ടി മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ നടത്തുന്ന അഴിമതിക്കെതിരായി അന്വേഷണം വരുമ്പോൾ ആദ്യം ശക്തമായി ബഹളം വയ്ക്കും, നടപടി വരുമ്പോൾ ഒരുമിച്ച് സമരം ചെയ്യും. ഇത് ഇരട്ടത്താപ്പല്ലാതെ പിന്നെ എന്താണ്? BJPക്ക് ഇതിലൊരു ഇരട്ടത്താപ്പുമില്ല. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോഴുള്ള അറസ്റ്റ് ശരിയായ നടപടിയല്ലെന്ന് ശശി തരൂരും പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.